ഹലോ ഗൈസ്, നമുക്കിന്ന് ചപ്പാത്തി, ദോശ, അപ്പം എന്ന് വേണ്ട ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒന്നാന്തരം മുട്ടക്കറി ഉണ്ടാക്കിയാലോ. ഞാൻ ഉണ്ടാക്കി വരുമ്പോ ഒരു ഒന്നാന്തരം ഒന്നും അല്ലെങ്കിലും അതെങ്ങനെ ഉണ്ടാക്കണേന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ വേഗം പോയി വേണ്ടുന്ന മുട്ടയൊക്കെ പറക്കി എടുത്തോളൂ. ഒന്ന് അപ്പാവക്ക്, ഒന്ന് അമ്മാവക്ക്, 2 എണ്ണം കിച്ചൂസിന്. അതാണ് നമ്മുടെ ഇവിടുത്തെ മുട്ടയുടെ കണക്ക്. അതുകൊണ്ട് ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സവാള ഇങ്ങനെ കിച്ചാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ. പിന്നെ നമുക്ക് തക്കാളി വേണം. അതായത് തക്കാളി നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പൊ ഇച്ചിരി വലുതായിട്ട് തന്നെ അരിഞ്ഞു വെച്ചോളൂ. 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ കാഷ്യൂ നട്ട്സ് വേണം. അത് കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുക. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് ഇത്രയും ഐസ്ക്രീം അല്ല, നല്ല ഒന്നാന്തരം കപ്പ് കേർഡാണ് കേട്ടോ അത്. അപ്പൊ നല്ല കട്ട തൈര് അങ്ങോട്ട് എടുക്കുക. നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള സ്പൈസസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ബേ ലീവ്സും പെരിഞ്ചീരകവും പിന്നെ കുറച്ച് ഉലുവ ഇല എടുത്തിട്ടുണ്ട്. പൊടികൾ എന്തൊക്കെയാന്ന് വെച്ചാൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ഗരം മസാല. അപ്പൊ ഇനിയിപ്പോ ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഇത് നമുക്ക് സവാള ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. അപ്പൊ അത്ര ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ കറികളൊക്കെ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നിൽക്കേണ്ട, കൊളസ്ട്രോൾ വരുന്ന വഴി അറിയില്ല. അതുകൊണ്ട് നമ്മുടെ നാവോ അല്ലെങ്കിൽ വയറോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി തായോ എന്ന് പറഞ്ഞ് ശല്യം ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും സവാള ഗിരിഗിരി ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 ട്രിപ്പായിട്ടാണ് ഞാൻ ഇങ്ങനെ വയറ്റിയല്ല ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇനിയിപ്പോ ഈ ഒരു ഫ്രൈ ചെയ്ത സവാളയും നമ്മുടെ കാഷ്യൂ നട്ട്സും പിന്നെ നമ്മുടെ തൈരും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ അരച്ചെടുത്ത സാധനം ഇതുപോലെ ഇരിക്കണം. ഇനി നമ്മൾ മുട്ട സൈഡിൽ കൂടെ ഒന്ന് വേവിച്ച് തോടൊക്കെ കളഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. നേരത്തെ നമ്മൾ സവാള ഫ്രൈ ചെയ്ത എണ്ണ കുറച്ച് ആ പാനിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ സ്പൈസസ് എടുത്ത് വെച്ചിരുന്നല്ലോ. ഞാൻ കുറച്ച് പെരിഞ്ചീരകവും ബേ ലീവ്സും ആണ് എടുത്തിരുന്നത്. അപ്പോൾ അതൊക്കെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് വെക്കുക. അതിനകത്തേക്കാണ് നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് തന്നെ വെച്ചേക്കുക, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. അപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഞാൻ ചേർത്തത്. പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. എരി അല്പം കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ആവാം. അപ്പോൾ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിയെന്ന് തോന്നിയാൽ നമ്മൾ തക്കാളി അരച്ചു വെച്ചിരുന്നത് ഈ സമയത്ത് ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഒരു 2 മിനിറ്റോളം ഇതിനെ ഒന്ന് ജസ്റ്റ് അടച്ചു വെച്ച് വേവിക്കണം. പിന്നെ ഉപ്പിടാൻ മറക്കരുത്. ഞാൻ ഈ സമയത്താണ് ഉപ്പ് ചേർത്തത്. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ആ ഒരു ഗ്രേവി ഇതിലേക്ക് ചേർക്കും. ഈ ഒരു സമയത്ത് ഈ ഗ്രേവി ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ലൂസായിട്ട് വേണോ അല്ലെങ്കിൽ കുറച്ച് കട്ടിക്കിരിക്കണോ എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക. ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രമിക്കുക. എരിവും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരല്പം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഓപ്ഷണൽ ആണ്. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഉലുവയില ഇപ്പൊ ചേർത്ത് കൊടുക്കുക. പിന്നെ കറിക്ക് കുറച്ച് കളർ കൂടെ വേണം തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടെണ്ണയിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് അലങ്കാര പരിപാടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും നമ്മുടെ മെയിൻ ഐറ്റമായ മുട്ടയും ചേർത്തിട്ട് കുറേയേറെ മല്ലിയില അങ്ങോട്ട് അരിഞ്ഞ് ചേർത്തോളൂ. നല്ലൊരു മണല്ലേ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് കുഴച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി അങ്ങോട്ട് സെറ്റായി. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ലോഗ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്തൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.